അരുൺകുമാർ ചാനലിൽ വന്നിട്ട് പച്ചക്കള്ളം ഒരു മര്യാദയില്ലാതെയാണ് പറയുന്നത്. അത്തരത്തിൽ സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഉത്തരവ് കാണിക്കും. പച്ചക്കള്ളമാണ് പറയുന്നത്. അല്ല, പച്ചക്കള്ളമാണ് പറയുന്നത്. പച്ചക്കള്ളമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അരുൺകുമാർ ഒരു സെക്കൻഡ്. അണ്ടർ സെക്രട്ടറി ശ്രീകല ആർ പുറത്തിറക്കിയിട്ടുള്ള ഈ ഉത്തരവിൽ പറയുന്നതിന്റെ അവസാന വാചകം ഇങ്ങനെയാണ്. അതായത് ഈ പ്രകാരം പ്രസ്തുത ഉത്തരവ് പ്രകാരം ആശാ വർക്കേഴ്സിന്റെ പ്രായപരിധി 62 വയസ്സായാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉത്തരവ് പിൻവലിക്കുന്നത് നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ല എന്ന വിവരവും അറിയിക്കുന്നു വിശ്വസ്തയോടെ ശ്രീകലാർ അണ്ടർ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി എന്നാണ്. ഇത് പുറത്തിറക്കിയിരിക്കുന്ന ഡേറ്റ് 5/2/2025. അത് മരവിപ്പിച്ച ഉത്തരവുണ്ടോ? മരവിപ്പിച്ച ഉത്തരവുണ്ടോ? അല്ല, മരവിപ്പിച്ചതിന്റെ ഉത്തരവ് എനിക്ക് അയക്കാവുന്ന മരവിപ്പിച്ചതിന്റെ ഉത്തരവുണ്ട് അയക്കാവുന്ന. പൊതുജനം കണ്ടിട്ടില്ല. ഞാൻ അയച്ചു തരാം, മരവിപ്പിച്ച ഉത്തരവ് അയച്ചു തരാം. നിങ്ങൾ എന്തിനാണ് BJPക്ക് ഇത്ര പൊള്ളൽ? എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഇവർക്ക് ഒരു പരാതിയില്ല? നിങ്ങളുടെ മന്ത്രിമാർക്ക് നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. നിങ്ങൾക്കാണ് കൊള്ളുന്നത്, ഞങ്ങൾക്ക് കൊള്ളുന്നില്ല. ഞങ്ങൾ സമരത്തെ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഇതൊക്കെ ജനങ്ങൾക്ക് ഈ പെൻഷൻ പ്രായം 62 ചുരുക്കിയ ഉത്തരവിനെ ഖണ്ഡിക്കുന്ന ഉത്തരവുണ്ടോ? ഉണ്ടെങ്കിൽ അത് താങ്കൾ എക്സിബിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, തന്നിട്ടില്ല. അരുൺകുമാർ, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ സമരം രാഷ്ട്രീയമായി BJPക്ക് ഗുണപ്പെടാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന സമരമാണ് എന്ന ആക്ഷേപം നിങ്ങൾക്കുണ്ടോ അരുൺകുമാർ? ഞങ്ങൾ AKG സെന്റർ വരണോ? ഞങ്ങൾ AKG സെന്റർ വരണോ? സമരം ചെയ്തോട്ടെ. ഇവിടെ ഏത് സമരം വന്നാലും BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ ആ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ള BJPയുടെ ലക്ഷ്യമാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോ ഇന്നലെ 1,600 പേര് ഈ സമരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി. ഇന്ന് 1,600 പേര് കൊഴിഞ്ഞുപോയി. നാളെ ഇതിന്റെ ഭാവി എന്താണ്? ദീപ്തി മേരി വർഗീസ്, ഈ സമരം BJP ഹൈജാക്ക് ചെയ്യുന്നു. ഈ സമരത്തിൽ നിന്ന് BJP അവരുടെ റോൾ ഒഴിവായി നൈസായി സ്കിപ്പാവുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു അപകടവശം ഇതിന്റെ ഒരു വസ്തു കൂടി കടന്നു വരുന്നുണ്ട് എന്നൊരു കൺസേൺ കോൺഗ്രസിനുണ്ടോ, പ്രതിപക്ഷത്തിനുണ്ടോ? നിഷാദെ, ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട് BJPയുടെ നിലപാടാക്കി നിങ്ങൾ പറഞ്ഞു. അങ്ങനെയല്ല, CAGയുടെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. CAGയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് കണക്ക് കൃത്യമായി കൊടുക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ മത്സരിച്ച് ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നാമത് ചർച്ചയ്ക്ക് ഇനി സമയമില്ല. വളരെ കുറച്ച് സമയം കോൺഗ്രസ് പ്രതിനിധിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യവും പറയാൻ കഴിയില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അരുൺകുമാർ ഇവിടെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അല്ല, അരുൺകുമാർ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കലാണ്. അരുൺകുമാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ സമരത്തിനെതിരെ എന്തിനാണ് CPM നിൽക്കുന്നത്? ഈ സമരത്തിനെതിരെ എന്തിനാണ് വീണ ജോർജ് നിൽക്കുന്നത്? ചിത്തരഞ്ജനും എളമനം കരീമും എന്തിനാണ് നിൽക്കുന്നത്? ഇതിന്റെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് CPM CPMന്റെ സംഘടനയായ തൊഴിലാളി സംഘടനയ്ക്ക് ഇതിന്റെ അകത്ത് അകത്ത് ഈ സമരത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയാമെങ്കിലും അവർക്ക് സമരത്തിൽ ഉൾപ്പെടാൻ പറ്റില്ല. സമരം ശക്തമായി മുമ്പോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? സമരം ശക്തമായി മുമ്പോട്ട് പോയപ്പോൾ ഈ ഗവൺമെന്റിന്റെ പൊള്ളത്തരങ്ങൾ വെളിയിൽ വന്നു. അപ്പോൾ ഈ സമരം അടിച്ചമർത്താൻ